ഫഹദ് മർസൂഖ്, ഇപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മഴ കിട്ടി. ഇതിനോടകം തന്നെ മഴ കിട്ടി. ബാക്കി ജൂൺ അവസാനിക്കാൻ ബാക്കി 3 ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ വലിയ മഴ 2018 കഴിഞ്ഞാൽ വലിയ മഴ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരുപക്ഷേ ഈ കഴിഞ്ഞ സ്പെല്ലിൽ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആഞ്ഞു വീശുന്ന വലിയ കാറ്റ് കണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു കൊടുങ്കാറ്റിന് സമാനമായി, ഇപ്പോൾ ചെറിയ സമയത്തേക്കാണെങ്കിൽ കൂടിയും വലിയ മരങ്ങളെ കടപുഴക്കിയിടുന്ന കൊടുങ്കാറ്റിന് സമാനമായ വലിയ കാറ്റ് എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അതൊരു ആശ്വാസമാണല്ലേ ശ്രീ ഫഹദ് മർസൂഖ്? തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞതുപോലെ നമുക്ക് മെയ് 20 കൂടി തന്നെ മഴ ഈ വർഷം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. 24 കൂടി മൺസൂൺ തന്നെ നമ്മൾ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തു. താങ്കൾ സൂചിപ്പിച്ച പോലെ ജൂൺ മാസത്തിൽ നമുക്ക് ഇതുവരെയുള്ളത് സാധാരണ കിട്ടേണ്ടുന്ന ഒരു മഴ നമുക്ക് ജൂണിൽ കിട്ടി. അപ്പോൾ മെയ് 20 മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പീരീഡിൽ സാധാരണയേക്കാൾ വളരെയധികം കൂടുതൽ തന്നെ മഴ ഈ ഒരു പീരീഡിൽ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ രീതിയിലുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു മൺസൂൺ സീസൺ സജീവമായിരിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥ വിദഗ്ധരും കാലാവസ്ഥാ വകുപ്പും നമുക്ക് നൽകുന്ന സൂചനകൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ജൂണിലായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ മഴ ഇനി അങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് കൂടുതൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുക. കാരണം ഇതുവരെ നമുക്ക് സാധാരണ രീതിയിൽ മഴ ലഭിക്കുന്നു, അല്ലെങ്കിൽ സാധാരണയിൽ കൂടിയ മഴ ലഭിക്കുന്നു. അത് ചെറിയ സ്പെല്ലുകളായിട്ട് ഒരു 5-6 ദിവസം ബ്രേക്ക് വരുന്നു, ഒരു 3 ദിവസം കൊണ്ട് വലിയ രീതിയിൽ മഴയുണ്ടാകുന്നു. അപ്പോൾ ആ എക്സ്ട്രീമുകളാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് മഴ കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സമയം കഴിയുന്നതോടുകൂടി 2-3 മാസം അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കുകയാണെങ്കിൽ, ആകെയുള്ള മഴ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള എക്സ്ട്രീം കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വെള്ളപ്പൊക്കങ്ങളും അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മളത് അങ്ങനെ തന്നെയാണ് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 സ്പെല്ലുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വലിയ കാറ്റ്, വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും വലിയ വലിയ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സ്പെല്ലിലൊക്കെ നമുക്ക് പലപ്പോഴും 60 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക്, 60 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചുഴലിക്കാറ്റിലെ സമാനമായ രീതിയിലുള്ള കാറ്റാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാറ്റ് വീശുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്പെല്ലിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി വലിയ രീതിയിൽ വേഗത പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത അടുത്ത ഒരു 36 മണിക്കൂർ കൂടി നമുക്ക് അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു പീരീഡിൽ കൂടി നമ്മൾ ഈ കാറ്റിൻ്റെ ജാഗ്രത കൂടി ഉണ്ടാകണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും കാറ്റ് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മരം വീടുകൊണ്ടോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ട് അല്ലെങ്കിൽ മതിലുകൾ ഇടിഞ്ഞു വീണുകൊണ്ടുള്ള അപകടങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ പോസ്റ്റുകളൊക്കെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം കാറ്റ് ഉണ്ടാക്കും. നമുക്ക് സാധ്യമാവുന്ന രീതിയിലുള്ള ഒരുപാട് മുൻകരുതൽ നടപടികൾ നമ്മുടെ ചുറ്റിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട്. അത് ഒരുപക്ഷെ അതിൽ കവിഞ്ഞ സഹകരണം നമുക്ക് പലയിടത്തും ആവശ്യമായിരിക്കും. നമ്മുടെ സ്വകാര്യ കെട്ടിടങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ ഭൂമിയിലുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ള അപകടാവസ്ഥയിലുള്ളതുണ്ടെങ്കിൽ നമുക്കത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. ഇനി അങ്ങോട്ടും നമ്മളിത് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദ രൂപീകരണ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആകും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാര്യമായ പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസിന് വേണ്ടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ വിഭാഗങ്ങൾ ആളുകളുടെയും ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാവണം. ഈ കാറ്റ് നമുക്ക് തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കും. താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള ദുരന്ത സാധ്യത എന്ന് പറയുന്നത് ഈ ക്യുമുലേറ്റീവ് മഴ ഓരോ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് മഴ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നദികളുടെ ജലനിരപ്പ് ഉയരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ജൂലൈ മാസത്തിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോഴേക്കും നമുക്ക് ഇതേ രീതിയിൽ മഴ തുടരുകയും ഇത്തരത്തിലുള്ള എക്സ്ട്രീമുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത് ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നമ്മൾ ആരംഭിക്കുകയാണ്. താങ്കളുടെ റിപ്പോർട്ടേഴ്സ് തന്നെ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു എക്സ്ട്രാ മുൻകരുതൽ തന്നെയാണ് എല്ലാ കാര്യത്തിലും എടുക്കാൻ ശ്രമിക്കുന്നത്. അത് ആ തരത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞ പോലെ കാലാവസ്ഥ വകുപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് ഒരു റഡാർ പോലും സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ ആ റഡാർ പ്രവർത്തനക്ഷമമാവും.
അവരുടെ മംഗലാപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള റഡാർ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ കൂടി നമുക്ക് കവറേജ് കിട്ടും. അതും അധികം വൈകാതെ നമുക്ക് ആ ഇൻഫർമേഷൻ ലഭ്യമാകും. ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന് നമ്മൾ കാണാതിരുന്നുകൂടാ. അത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റുകൾ തരുന്നുണ്ട്. കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് പരമാവധി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശീയമായിട്ട് പല ആളുകളും ഇത്തരത്തിൽ ഇടപെടുന്ന അദ്ദേഹത്തെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല സംഘടനകളോ അല്ലെങ്കിൽ പല കൂട്ടായ്മകളോ ഒക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മറ്റു വകുപ്പുകളുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷനും സ്വീകരിക്കുന്നുണ്ട്. സാധ്യമായ രീതിയിലുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നമുക്ക് പൂർണ്ണമായും ആവശ്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളാണെങ്കിലും അതിന് മുന്നേയുള്ള സമയത്താണെങ്കിലും അപകടങ്ങളിൽപ്പെട്ടതിൽ ഒരു വലിയ ശതമാനം ആളുകളും നമ്മുടെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കൊണ്ട് പോകുന്ന ആളുകളാണ്. ജലനിരപ്പ് കൂടുന്നു, പുഴയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്തും പുഴയിൽ ഇറങ്ങി അപകടത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എല്ലാവരിലേക്കും മുന്നറിയിപ്പ് എത്തിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഗൗരവത്തിൽ ആളുകൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിവിക് സെൻസ് കാണിക്കണം, കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.